ഇന്നലെ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരുപക്ഷെ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുണ്ടാവുക നരേന്ദ്രമോദിയും അമിത്ഷായുമായിരിക്കും. എനിക്കറിയില്ല കോൺഗ്രസ് ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന്. കോൺഗ്രസിനും വേണമെങ്കിൽ ആശ്വസിക്കാനുള്ള വകുപ്പൊക്കെ ഈ തമിഴ്നാട്ടിലെ വിജയത്തിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അനുസരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത്. നടൻ വിജയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രി കഴകം അഥവാ TVK തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന DMK AIADMK എന്ന് പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തെ തകർത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ശരിക്കും ദ്രാവിഡ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടാണ് TVK ഇപ്പോൾ അവിടെ വളർന്നിരിക്കുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റമാണ്. ഈ സാഹചര്യത്തിൽ ഇത് വളരെയധികം ഗുണം ചെയ്യുക BJPക്കും അതുപോലെ തന്നെ ഒരു പരിധിവരെ കോൺഗ്രസിനുമാണ്. കോൺഗ്രസിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാലത്ത് തമിഴ് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്ന കോൺഗ്രസ് ഇന്ന് അപ്രസക്തമാണ്. DMKയുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിന്റെ കാരണം DMKയും AIADMKയും ചേർന്നുണ്ടാക്കിയ ആ ഒരു ദ്രാവിഡ രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിലെ വിജയുടെ വിജയത്തെ വളരെ പോസിറ്റീവായിട്ടൊരു സിഗ്നലായിട്ട് കാണാം. വിശേഷിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തമിഴ് രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ബംഗാളിൽ എങ്ങനെയാണോ അവർ അധികാരത്തിലെത്താൻ ആഗ്രഹിച്ചത് അതുപോലെ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ അവർ ശ്രമിച്ചാലും അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ദ്രാവിഡ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ താൽക്കാലികമായിട്ട് അവസാനിച്ചിരിക്കുന്നത്. വിജയുടെ പാർട്ടിയുടെ അപ്രതീക്ഷിത വിജയം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത ഘടനയിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വോട്ടർമാർ, അതായത് യുവാക്കളും നഗരപ്രദേശത്തുള്ളവരും പരമ്പരാഗത പാർട്ടികൾക്ക് പുറമെ ഒരു ബദൽ തേടുന്നുണ്ട് എന്ന് ഇത് കാണിക്കുന്നുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ് ഇതെന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, പക്ഷേ താൽക്കാലികമായിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിന് അവിടെ ഒരു അവസാനം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വിജയുടെ പാർട്ടിയും ദേശീയ പാർട്ടികളും ബുദ്ധിപരമായി ഈ സാഹചര്യം ഉപയോഗിച്ചാൽ എന്നേക്കുമായിട്ട് തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് ഈ വിഭാഗത്തെ ഇല്ലാതാക്കാൻ കഴിയും. തമിഴ് ജനതയെ കൂടുതൽ ദേശീയ ബോധമുള്ളവരും അതോടൊപ്പം തന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ ഐഡന്റിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരാനും സാധിക്കും. ദ്രാവിഡ പ്രത്യയശാസ്ത്രം തമിഴ്നാടിന്റെ സാമൂഹിക രാഷ്ട്രീയ അടിത്തറയിൽ ആഴത്തിൽ വേരോടിയതാണ്. ഈ തമിഴ് രാഷ്ട്രീയമൊക്കെ അവിടെ നിന്നുണ്ടാവുന്നതാണ്. വിജയുടെ പാർട്ടി നിലവിൽ ദ്രാവിഡ ആശയങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടോ അതോ ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും വിജയുടെ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം തന്നെ കൂടുതൽ വികസനത്തിനും അതോടൊപ്പം തന്നെ ജനക്ഷേമത്തിനും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു സമീപനമാണ് നിലവിൽ കാണുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ ഒരു ബി ടീമാണ് TVK എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ DMKയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് TVK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പുറകിൽ മോദിയും അമിത്ഷായുമാണ് എന്ന തരത്തിലൊക്കെ ഇത് തെളിവെന്ന് പറഞ്ഞുകൊണ്ട് വിജയും മോദിയും ഒക്കെ ഒപ്പം ഇരിക്കുന്ന ചില ചിത്രങ്ങൾ വരെ പലരും പ്രചരിപ്പിച്ചു. അതിലൊക്കെ വാസ്തവമുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്തരം സാധ്യതകൾക്ക് കൂടുതൽ ബലമേകുന്ന തെളിവുകളുമില്ല. തമിഴ് ജനതയും അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ വിജയ് വലിയ വിജയം കൈവരിച്ചത്. വളരെയധികം കടന്നാക്രമിച്ചുകൊണ്ട് BJPക്കെതിരെ വിജയ് യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പലപ്പോഴായിട്ട് തന്റെ രാഷ്ട്രീയ എതിർചേരിയാണ് BJP എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല വിജയ് ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചതെങ്കിൽ ഈ വിജയം അവിടെ കൈവരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഉടനെ DMK അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചത് തന്നെയാണ് TVKയുടെ വിജയത്തിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് NDAയുമായിട്ട് നേരിട്ട് TVK ഒരു അലയൻസിലേക്ക് പോകുമോ എന്നത് സംശയമാണ്. എന്നാൽ TVKക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോഴില്ല. അപ്പോൾ TVK ആരുടെയെങ്കിലും പിന്തുണ നേടിയായിരിക്കും അധികാരത്തിൽ തുടരുക. ചിലപ്പോൾ DMKയോ അല്ലെങ്കിൽ AIADMKയോ കോൺഗ്രസോ ഇനി BJPയുടെയോ ആരുടെ പിന്തുണ നേടിയാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ദ്രാവിഡ രാഷ്ട്രീയം അത് പറഞ്ഞ് ഇത്രയും കാലം അധികാരത്തിൽ വന്ന പാർട്ടികളെ അധികാരത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ വിജയമാണ്. തമിഴ്നാട്ടിൽ BJPക്ക് ഇതുവരെ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്നതിന്റെ കാരണങ്ങൾ ഈ പാർട്ടികളായിരുന്നു. ഇപ്പോൾ DMK AIADMK എന്നീ വൻ ശക്തികൾ ദുർബലമാവുകയും വിജയുടെ പാർട്ടി ഒരു നിർണായക ശക്തിയായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അത് സംസ്ഥാനത്തൊരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ അസ്ഥിരത BJPക്ക് തങ്ങളുടെ നില മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് മാറിയേക്കാം.
വിജയുടെ പാർട്ടി ഒരു സ്വതന്ത്ര ശക്തിയായിട്ട് നിലനിൽക്കുന്നിടത്തോളം ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ ദ്രാവിഡ പാർട്ടികളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി പതിയെ പതിയാണെങ്കിലും അടുത്തൊരു 10-15 വർഷം കൊണ്ടെങ്കിലും തമിഴ്നാട്ടിൽ ഒരു ശക്തമായ പൊളിറ്റിക്കൽ പവറായിട്ട് മാറാൻ കഴിയും എന്നതാണ് ബി ജെ പിയുടെ ഒരു അഡ്വാൻറ്റേജ് ഈ വിഷയത്തിൽ. വരും കാലങ്ങളിൽ സർക്കാരിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭാവിയിലെ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളിലോ ബി ജെ പിക്ക് മറ്റു പാർട്ടികളുമായി എന്തായാലും സഹകരിക്കേണ്ടി വരും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സഖ്യങ്ങൾക്ക് സാധ്യതകളുമുണ്ട്. ദേശീയ പാർട്ടി എന്ന നിലയിലും രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിലും ബി ജെ പിയുമായിട്ടുള്ള സഖ്യത്തിൽ പലപ്പോഴും തമിഴ്നാട്ടിലെ പ്രാദേശിക പാർട്ടികൾക്ക് മുൻതൂക്കം ലഭിക്കാറില്ല. അതായത് ബി ജെ പി തന്നെ ആയിരിക്കും അവസാന വാക്ക്. ഇപ്പോൾ AIADMK തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ NDAയുടെ ഭാഗമാണ്, ബി ജെ പിയുമായി സഖ്യത്തിലാണ്. പതിയെ പതിയെ അവിടെ ബി ജെ പിക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തില് വിജയുടെ വരവ് തമിഴ് രാഷ്ട്രീയത്തിലെ പഴയ സമവാക്യങ്ങളെ അട്ടിമറിക്കുന്നതിനോടൊപ്പം തന്നെ വലിയ സാധ്യതകൾ ബി ജെ പിക്ക് തുറന്നിടുന്നുണ്ട്. കോൺഗ്രസിനും ഈ അവസരം ഉപയോഗിക്കാം. അവരത് ചെയ്യുമോ എന്നത് കണ്ടറിയാം. തമിഴ്നാട്ടിൽ ദേശീയ പാർട്ടികൾ അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഈ കട്ടിംഗ് സൗത്ത് പോലുള്ള അജണ്ടകളുമായിട്ട് പല ഗ്രൂപ്പുകളും പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിജയുടെ വിജയം കാരണമായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.